ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ത്രിപിൾ മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായി നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജെനറൽസാണ്, ടൈംലെസ്സാണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിന്നോടുള്ള ഇഷ്ടം കൂടുന്നതേ ഉള്ളൂ എന്നാണ് ഞാനിന്ന് നോക്കുന്നത്. എന്താണ് നോക്കിയാലോ? ഹെർമിറ്റ്, ജസ്റ്റിസ്, മജിഷ്യൻ, നൈറ്റ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്പ്, ഡബിൾ, ടെൻ ഓഫ് കപ്പ്, Chariot, 6 of Cups, Lovers, bottom, Empress. അപ്പം ഇഷ്ടം കൂടുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? എംബറസ് ആണല്ലേ. എംബറസിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് തന്നെ ഹെർമിറ്റാണ്. ആ വ്യക്തിയുടെ ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് വിലയിരുത്തുകയാണ് ഹെർമിറ്റ് മോഡിൽ. എന്താണ് സംഭവിച്ചത്? എനിക്ക് പറ്റിയ ഫാൾട്ട് എന്താണ്, എൻ്റെ ഫാൾട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ഹെർമിറ്റ്. ഒരു സന്യാസിയെ പോലെ ആ വ്യക്തി ഹെർമിറ്റില് ആ വ്യക്തിയിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി ചിന്തിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ്. ഹെർമിറ്റിൽ ആ വ്യക്തിയെ തന്നെ വിലയിരുത്തി കഴിഞ്ഞുപോയ കാര്യത്തെയെല്ലാം ഓർത്തെടുത്ത് ആരെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ, അപ്പം അതിനെ മാറ്റിയിട്ട് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോയോ, എടുത്ത തീരുമാനങ്ങളിലെല്ലാം എന്തെങ്കിലും പാകപ്പിഴവ് വന്നിട്ടുണ്ടോ, അതെല്ലാം സമാധാനമായിട്ട് പോസിറ്റീവായി ആക്കിയെടുക്കാനാണ് ഹെർമിറ്റിൽ ആ വ്യക്തി തീരുമാനം എടുക്കുന്നത്. എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പം തെറ്റിൽ നിന്നും തിരുത്തി ശരിയാക്കിയിട്ട് അത് എടുക്കണം. തെറ്റ് പറ്റിപ്പോയതിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഹെർമിറ്റിൽ ആ വ്യക്തി പ്രയത്നിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ്. യൂണിവേഴ്സിന്റെ ജസ്റ്റിസ് നിങ്ങളിലേക്ക്, സഡൻ യൂണിവേഴ്സിന്റെ ജസ്റ്റിസ് വരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇതുവരെ ചെയ്ത ആ ഒരു പ്രയത്നത്തിനുള്ള ഒരു അംഗീകാരം യൂണിവേഴ്സ് തരുവാണ്. എന്താണ് നിങ്ങൾ ഇതുവരെ ചെയ്തത്? എന്താണ്? കഠിനാധ്വാനവും എല്ലാം ചെയ്തവരായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കഠിനാധ്വാനത്തിലൂടെയും അതിൻ്റെ ഒരു ഫലമാണ് യൂണിവേഴ്സ് തരുന്നതായിട്ട് കാണുന്നത് കേട്ടോ. എല്ലാം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു പ്രപഞ്ച മാതാവ് കാണുന്നുണ്ട്. അതിന് അർഹമായ നിങ്ങൾക്ക് ആ ന്യായം തരുവാണ്. നെക്സ്റ്റ് കാർഡ് മജിഷ്യൻ ആണ്. മജിഷ്യൻ എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവറുള്ള വ്യക്തിയാണ്. എന്ത് കൺകെട്ട് വിദ്യ കാണിച്ചിട്ടാലും ആ വ്യക്തി നേടുക തന്നെ ചെയ്യും, എന്ത് സംഭവിച്ചാലും. അതാണ് മജിഷ്യൻ. അപ്പം നിങ്ങൾക്ക്
ഇവിടെ തേർഡ് പാർട്ടിയെല്ലാം ഉണ്ട്. തേർഡ് പാർട്ടിയെല്ലാം കാരണം നിങ്ങളാ മറക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ പറ്റുന്നില്ല. അത്ര ശ്രമിച്ചിട്ടും നിന്നോടുള്ള ഇഷ്ടം എനിക്ക് കൂടി വരുന്നതേ ഉള്ളൂ എന്നാണ് ആ വ്യക്തി പറയുന്നത്. അപ്പം മറക്കാൻ ശ്രമിച്ചു നോക്കി, പറ്റണില്ല. അതാണ്. അപ്പം ആ വ്യക്തി എന്താ മറക്കാൻ പറ്റാത്തപ്പം ഫോൺ ചെയ്യണോ, വെയിറ്റ് ചെയ്യണോ, എന്താ ചെയ്യേണ്ടത്? സംസാരിച്ചാൽ വീണ്ടും ഇതിലും പ്രശ്നം കൂടുതലാവുമോ എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ ഭയം. നിങ്ങളില്ലാതെ പറ്റുന്നില്ല എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി. മറക്കാൻ ശ്രമിച്ചു നോക്കി, മറക്കാൻ പറ്റുന്നില്ല. അപ്പം വ്യക്തി ഒന്ന് കോൾ ചെയ്താലോ, ഇനിയിപ്പം ചെയ്തു കഴിഞ്ഞാൽ ഇനിയിപ്പം നിങ്ങൾ അതുപോലെ ഇനിയിപ്പം എടുക്കൂല, പഴയതുപോലെ നിങ്ങൾ വിശ്വസിക്കൂലല്ലോ. അപ്പം എന്താ ചെയ്യേണ്ടതെന്നൊന്നും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം വീണ്ടും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതിലും പ്രശ്നമാവുമോ, നിങ്ങളെ നഷ്ടമാവുമോ എന്നൊക്കെയുള്ള ഭയമാണ്. നിങ്ങളുടെ ഓർമ്മകളിൽ അവര് രാത്രിയെല്ലാം ഒരു പാട്ടെല്ലാം കേൾക്കുമ്പം അവർക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. തേർഡ് പാർട്ടിയാണ് ഇവിടെ ഡബിളെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി കൺകെട്ട് വിദ്യ കാണിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എന്തോ കൺകെട്ട് വിദ്യ കാണിച്ചിട്ട് നിങ്ങളെ ഒരുമിപ്പിക്കാതെ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അടർത്തി മാറ്റി കൊണ്ടുപോയതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പോയ സമയം തൊട്ടിട്ട് പിന്നെ ഉറക്കമില്ല. അപ്പം അത്രയും ആ ടൈമിൽ നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിനെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിലാക്കി വെച്ചിട്ടുണ്ട്. കൺകെട്ട് വിദ്യയെല്ലാം കാണിച്ചിട്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിനെ നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ടുപോയതായി കാണുന്നുണ്ട്. അപ്പം ആ കൊണ്ടുപോയത് മുതൽക്ക് നിങ്ങൾ അത്രയും ഡിപ്രഷൻ സ്റ്റേജിലൂടെയെല്ലാം കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറക്കമില്ല, നിങ്ങൾ വല്ലാത്തൊരു അത്രയും നിങ്ങൾ അനുഭവിച്ചതായിട്ട്, നിങ്ങൾ അത്രയും വേദനിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനുശേഷം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തു. നിങ്ങളെ വ്യക്തിനെ നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി പോയതിനു ശേഷം നിങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു. നിങ്ങൾ ആ ടൈമിൽ ഒരുപാട് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയെല്ലാം കടന്നു പോയിട്ട് കാണുന്നുണ്ട്. ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ സ്റ്റേജിലൂടെ വരെ നിങ്ങൾ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നിങ്ങൾ സെൽഫ് ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്തു. നിങ്ങളിലേക്ക് നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിട്ട് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു തുടങ്ങി. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഗ്രോത്ത് സംഭവിച്ചിട്ടായിട്ടാണ് കാണുന്നത് ഇവിടെ. നിങ്ങൾക്കിപ്പം അവർ വന്നാലും വന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്ന ഭാവത്തിലാണ് നിങ്ങൾ നടക്കുന്നത് കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ട്. നിങ്ങൾ വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലാണ്. ഇപ്പം നിങ്ങളുടെ മൈൻഡിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല സ്റ്റൈലായിട്ട് ഷൈൻ ചെയ്യുന്നത് ആ വ്യക്തി കാണുന്നുണ്ട്. അപ്പം ആ വ്യക്തിയാണ് ഇപ്പം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നത് കേട്ടോ. നിങ്ങൾ നല്ല ഭയങ്കര പവർഫുൾ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ വ്യക്തിയാണ് ഇപ്പം നിങ്ങളിങ്ങനെ ഷൈൻ ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ പോകുന്നത്. നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് നിങ്ങൾ ഒരുപാട് ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കരിയറിൽ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ സ്റ്റൈലിൽ ശ്രദ്ധിക്കുന്നു, ഹെൽത്തിൽ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അപ്പം ആ വ്യക്തിക്ക് നിങ്ങൾ കടന്നു പോയ ആ സ്റ്റേജിലേക്ക് നിങ്ങളുടെ വ്യക്തിയാണ് ഇപ്പം മാറിയിട്ടുള്ളത് ഇവിടെ കേട്ടോ. അപ്പം നിങ്ങളിപ്പം ഇങ്ങനെ എല്ലാം സെൽഫ് ഗ്രോത്തിലേക്ക് ശ്രദ്ധിച്ച് നിങ്ങളെ തന്നെ ഷൈൻ ചെയ്ത് നടക്കുന്ന കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ അത്രയും അട്രാക്റ്റ് ആവുകയാണ്. എല്ലാ തരത്തിലും നിങ്ങളിൽ ആ വ്യക്തി അട്രാക്റ്റ് ആവുകയാണ്. നിങ്ങളോട് അത്രയും ഇഷ്ടം കൂടി വരുന്നതേ ഉള്ളൂ, കുറയുന്നില്ല കേട്ടോ. നമ്മുടെ ടോപ്പിക്ക് പോലെ തന്നെ എത്ര ഞാൻ ശ്രമിച്ചു നോക്കി. തേർഡ് പാർട്ടിയെല്ലാം ഉള്ളത് കാരണം നിങ്ങളെ മറക്കാൻ ശ്രമിച്ചു, നിങ്ങളെ വെറുക്കാൻ ശ്രമിച്ചു, നിങ്ങളെ വിട്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ നടക്കില്ല.
എത്ര കണ്ട് ഇഷ്ടം പോട്ടെ, വേണ്ട, എന്താ ഈ വ്യക്തിനെ ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്, എന്തിനാ ഈ വ്യക്തിനെ മാത്രം ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുന്നത്, വിടാൻ ശ്രമിക്കും തോറും ഇഷ്ടം. നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തി ഓർക്കുമ്പോൾ പുഞ്ചിരി വരിക, നിങ്ങൾ ചെയ്ത ഓരോ ഇത് കണ്ടിട്ട് ആ വ്യക്തിക്ക് അത്രയും ഇഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു. നിങ്ങളിപ്പം ആ വ്യക്തിനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല, പക്ഷെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. തേർഡ് പാർട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കണം ആ വ്യക്തിക്ക്. തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിൽ നിർത്തിയിരിക്കുകയാണ്. തേർഡ് പാർട്ടിക്ക് എന്താണോ വേണ്ടത് എല്ലാം ചെയ്ത് കൊടുക്കുകയാണ്, ചെയ്യിപ്പിക്കുകയാണ് തേർഡ് പാർട്ടി കേട്ടോ. അപ്പം ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത് ഇത് എന്നെ യൂസ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലായിട്ടും ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യം തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യലും എല്ലാം എന്താണ് ആവശ്യമുള്ള എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്, ചെയ്തു കൊടുത്ത് അവരിൽ നിന്ന് ഓടി ഒളിക്കാനാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓടി ഒളിച്ച് നിങ്ങളിൽ എത്തിച്ചേരണം. പക്ഷെ അതെങ്ങനെ? ഇവിടുന്ന് ഓടി ഒളിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത്രയും തേർഡ് പാർട്ടി ആ വ്യക്തിനെ യൂസ് ആക്കുകയാണ്. ആ വ്യക്തിക്ക് ഭയമാണ് ഇപ്പം. നിങ്ങളിപ്പം ഭയങ്കര പവർഫുള്ളായിട്ട് നിങ്ങളുടെ സ്റ്റൈൽ എന്താ പറയുന്നത്, ബ്യൂട്ടിയും ഹെൽത്തും നിങ്ങളെ കരിയറും നിങ്ങളാകെ ഒരു രാജ്ഞിയെ പോലെ വിലസി പോകുന്നത് നിങ്ങളുടെ വ്യക്തി കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഭയമാണ് ഇപ്പം. നിങ്ങളെ നഷ്ടമാകുമോ, നിങ്ങൾ ഇനിയിപ്പം എനിക്ക് കിട്ടില്ലേ, ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഭയമാണ്. എന്താണ് ഇനിയിപ്പം നിങ്ങൾക്ക് വേണ്ടി ചെയ്യണ്ടേ എന്നൊന്നും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ആ വ്യക്തിക്ക് ഇപ്പോൾ ഉറക്കമില്ല. നിങ്ങൾക്ക് പണ്ട് സംഭവിച്ചതല്ല ഇപ്പം നിങ്ങളുടെ വ്യക്തിക്കാണ് ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം കടന്നു പോകുന്നത്. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലെത്തിക്കണം. നിങ്ങൾ നഷ്ടമാകുമോ എന്ന ഭയം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരിഹരിക്കാനാണ് ആ വ്യക്തി പേജ് ഓഫ് കപ്പിൽ ആഗ്രഹിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു നിങ്ങളുടെ സമ്മതത്തോടു കൂടെ നിങ്ങളുടെ അടുത്ത് വരണം. അതിനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അത്രയും ഒരു പേജ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ സ്വപ്നങ്ങളും എല്ലാം കാണുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുമായിട്ട്. അത്രയും സ്പെഷ്യലാണ് ഇത് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാകുന്നുണ്ട്. സ്നേഹം കൂടിക്കൂടി വരുന്നത് വേറെ ആരോടും അങ്ങനെ ഇല്ല, അങ്ങനത്തെ ഒരു ഫീല്. അത്രയും ഒരു സോഫ്റ്റ് മൈൻഡായ ഒരു വ്യക്തിയാണിത് കേട്ടോ. ആ വ്യക്തിയുടെ അത്രയും ആ സോഫ്റ്റായ ആ ഒരു സ്നേഹവും ആ മനസ്സിലുള്ള ആ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചു വരികയാണ് ആ വ്യക്തി കേട്ടോ. ഇത് നിങ്ങൾ എങ്ങനെ എടുക്കും, അതാണ് ആ വ്യക്തിക്ക് അറിയാത്തത് കേട്ടോ. ഒരു ഇച്ചിരി പേടിച്ചിട്ടാണ് ആ വ്യക്തി വരുന്നത്. നല്ല വരുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. അതുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടീൻ്റെ കൂടെ പോയതല്ലേ, തേർഡ് പാർട്ടിക്ക് വേണ്ടിയല്ല ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളെ മൈൻഡില്ല, നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയതാണ്. പിന്നെ നിങ്ങളോടുള്ള ഇഷ്ടം കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. അതൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എങ്ങനെ എടുക്കും? ഇച്ചിരി പേടിയോടുകൂടിയാണ് ആ വ്യക്തി വരുന്നത്. അത്രയും വളരെ ആ വ്യക്തിയുടെ സോഫ്റ്റായ ആ സ്നേഹം തരാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, ആ പിടിച്ചേക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് ഒരു ഗിഫ്റ്റെല്ലാം വാങ്ങിയിട്ട് നിങ്ങളെ വരുന്നതായിട്ടാണ്. അത്രയും ഹൃദയസ്പർശിയായിട്ട് ആ വാക്ക് കേട്ടാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനത്തെ ഹൃദയസ്പർശിയായ മെസ്സേജെല്ലാം കൊണ്ടാണ് ആ വ്യക്തി വരുന്നത്. ഒരു സ്നേഹം തുളുമ്പുന്ന വാക്കോ ഗിഫ്റ്റോ. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആ പ്രണയം നിങ്ങളിലേക്ക് എത്തിക്കണം. അതിനാണ് വരുന്നത് പേജ് ഓഫ് കപ്പ്. പക്ഷെ എന്താണ്, ഡബിളിൻ്റെ കുടുക്കിലാണ് ഉള്ളത്. അതിൽ നിന്ന് ഓടി ഒളിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം ആ വ്യക്തിക്ക്. ഭയങ്കര എന്തൊക്കെയോ ബ്ലാക്ക് മാജിക്കെല്ലാം ചെയ്ത് ആ വ്യക്തിനെ കൺകെട്ടി വിദ്യ കാണിച്ചിട്ട് നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തന്നെ നിങ്ങൾക്കിതൊന്നും അറിയുന്നുണ്ടായിട്ടില്ല. നിങ്ങളൊന്നും അറിയാത്ത സമയത്താണ് നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ വ്യക്തി പോയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു പ്ലാനിങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. വ്യക്തി നിങ്ങളിൽ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രേക്കും എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഉറക്കമില്ലായ്മ എല്ലാം ആണെങ്കിലും. പക്ഷേ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ മാറിയിരിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. അത്രയ്ക്കും നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളിലേക്ക് നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് കൊടുത്ത് നിങ്ങളങ്ങ് ഒരുപാടങ്ങ് ഉഷാറായിപ്പോയി. ആ വ്യക്തിക്ക് കണ്ടപ്പോൾ ആ വ്യക്തിയെ വീണ്ടും അട്രാക്റ്റും ഇഷ്ടവും കൂടി വരികയാണ്. നിങ്ങൾ ഇതുപോലെ ആയിട്ടുള്ള നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്ന എംബറസ് ആണ്. അപ്പം നിങ്ങൾ വളരെ വളരെ
സ്പിരിച്വലായിട്ടും വളർന്നു. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കിപ്പം ആ വ്യക്തി വന്നാലും ശരി വന്നില്ലെങ്കിൽ ശരി എന്നുള്ള ആ ഭാവത്തിലാണ് നിങ്ങളുടെ പവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ മെൻ്റൽ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. ഇനിയിപ്പോൾ ആര് വന്നാലും നിങ്ങളെ ഇനി ആർക്കും തകർക്കാൻ കഴിയില്ല. ആദ്യം നിങ്ങൾ ഈ വ്യക്തി വിട്ടുപോയപാട് നിങ്ങൾക്ക് ഭയങ്കര ഡിപ്രഷൻ വരെ ആയിപ്പോയ സ്റ്റേജിലൂടെയാണ്. ആ അവസ്ഥ ഇപ്പം നിങ്ങളുടെ വ്യക്തിക്കാണുള്ളത് കേട്ടോ. നിങ്ങൾ വളരെ വളരെ ഉഷാറായിട്ടുള്ളത്. വെരി ഗുഡ്, അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് കപ്പാണ്. ജസ്റ്റിസിൻ്റെ നേരെ താഴെ തന്നെ 10 ഓഫ് കപ്പാണ്. അപ്പം യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് എന്താണ്? യൂണിവേഴ്സ് എന്ത് ജസ്റ്റിസാണ് നിങ്ങൾക്ക് തരുന്നത്? 10 ഓഫ് കപ്പിലേക്ക്. നിങ്ങൾ വളരെ ഗ്രോത്തായി ഇനി ആ വ്യക്തിയുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ജസ്റ്റിസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തി തന്നെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് ആ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പം യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് എന്താണ്? 10 ഓഫ് കപ്പ്. ആ വ്യക്തിയുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. യൂണിവേഴ്സിൻ്റെ തന്നെ നേരിട്ടുള്ള ജസ്റ്റിസാണിത്. നേരെ 10 ഓഫ് കപ്പിലേക്ക്. അപ്പം ചാരിയറ്റാണ്, മുന്നോട്ടേക്കാണ്. അത്രയും മനസ്സിൻ്റെ വിൽ പവറോടുകൂടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ തേർഡ് പാർട്ടി മനസ്സിനെ നെഗറ്റീവ് പറഞ്ഞിട്ട് കണ്ടില്ലേ? ബ്ലാക്കും വൈറ്റുമായിട്ടുള്ള 2 ജീവികളെ കണ്ടില്ലേ? മോശം പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ചാരിയറ്റിൽ ആ വ്യക്തി കടിഞ്ഞാണില്ലാത്തതാണ് ആ വ്യക്തി വരുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ശക്തി തന്നെയാണ്. മനസ്സിൻ്റെ വിൽ പവർ കിട്ടിയിട്ടുണ്ട് ആ വ്യക്തിക്ക്. അപ്പം നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ഇനി എന്ത് ഗെറ്റ് ഔട്ട് അടിച്ചാലും അവിടുന്ന് ആ വ്യക്തി പോവില്ല. നിങ്ങളെയും കൊണ്ടേ വരുള്ളൂ ആ വ്യക്തി കേട്ടോ. ചാരിയറ്റിൽ എന്തൊക്കെ നിങ്ങൾ റിജക്റ്റ് ചെയ്താലും ആ വ്യക്തിക്ക് വരാൻ പറ്റില്ല. അത്രയും ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ബോണ്ടിങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ശാരീരത്തിൽ ആ വ്യക്തി നിങ്ങളെ നേടിയെടുത്തേ വരുള്ളൂ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അത്രയും ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് കപ്പാണ്. പിന്നെ ഇങ്ങനെ വരിക കണ്ടില്ലേ? പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അപ്പോൾ വരാൻ കഴിയില്ല. അൺകണ്ടീഷണലി സ്നേഹം അങ്ങനെ ഒഴുകുക. പഴയ ഓർമ്മകൾ, നിങ്ങളുമായിട്ടുള്ള ആ പഴയ ഓർമ്മകൾ, നിങ്ങൾ കൊടുത്ത ആ ഒരു അൺകണ്ടീഷണലി സ്നേഹം പഴയകാല ഓർമ്മകളിൽ മുഴുകി അയവർക്കുന്നൊരു വ്യക്തിയെ ഇവിടെ കാണുന്നത് കേട്ടോ. ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അത്രയും പഴയ ഹൃദയസ്പർശിയായ ആ ഒരു പ്രണയം വീണ്ടും പൂവിടുകയാണ് ഇവിടെ. ആ സ്നേഹം, അതാണ് ആ വ്യക്തി പറയുന്നത് നമ്മളെ ടോപ്പിക്ക്. നിന്നോടുള്ള സ്നേഹം എനിക്ക് എത്ര ശ്രമിച്ചു. ഈ തേർഡ് പാർട്ടി ഭയങ്കര എന്തൊക്കെയോ ആ വ്യക്തിനാ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ആ വ്യക്തിനെ ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തി ഇത് ഉള്ള സ്നേഹം പോട്ടെ എന്നാലെങ്കിലും ഒരു സമാധാനത്തിൽ ജീവിക്കാമെന്ന് വിചാരിച്ചു നോക്കി. പക്ഷേ നിന്നോടുള്ള സ്നേഹം എനിക്ക് കൂടുകയുള്ളൂ എന്ന് ആ വ്യക്തി സമ്മതിക്കാം. നിങ്ങളിൽ സറണ്ടർ ചെയ്യാണ് ആ വ്യക്തി കേട്ടോ. എനിക്ക് നിന്നോടുള്ള ഓർമ്മകളും നിന്നോടുള്ള സ്നേഹവും എനിക്ക് കൂടി വരുകയുള്ളൂ. എത്ര ശ്രമിച്ചാലും അത് 10 മടങ്ങായിട്ട് കൂടി വരുന്നതേ ഉള്ളൂ എന്നുള്ളത് സറണ്ടർ ചെയ്യാണ് ആ വ്യക്തി കേട്ടോ. അത്രയും നിങ്ങളുടെ ഓർമ്മകളിൽ മുഴുകി ഓർത്ത് ചിരിക്കുകയാണ്. വലിയ ഇഷ്ടം തോന്നുകയാണ് ആ വ്യക്തിക്ക് കേട്ടോ. അത്രയും ഇഷ്ടം തോന്നുന്നു. എന്തൊക്കെ പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മയെ എടുത്ത് താലോലിക്കുന്ന ഒരു വ്യക്തിനാണ് അവിടെ കാണുന്നത് കേട്ടോ. അത്രയും സ്നേഹം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് കാർഡ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ വ്യക്തിയിൽ എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും ഇഷ്ടം കൂടിക്കൂടി വരുന്നത്? ലവേഴ്സാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, 6 ഓഫ് കപ്പാണ്, എംബറസ് ആണ്. പിന്നെന്താണ് 10 ഓഫ് കപ്പാണ്. എല്ലാ കാർഡും കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ആ വ്യക്തി സമ്മതിക്കുകയാണ്. നിന്നെ വെറുക്കാനെല്ലാം ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ എനിക്ക് പറ്റണില്ല. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ റിജക്റ്റ് ചെയ്യല്ല. ഞാൻ ചെയ്ത തെറ്റാണെന്നറിയാം. തേർഡ് പാർട്ടീൻ്റെ കൺട്രോൾ ഇതൊക്കെയാണെന്ന് അറിയെങ്കിലും ഞാൻ വന്ന് കാലിന് വീണിട്ടായാലും എനിക്ക് നമുക്ക് ഒന്നിച്ചേ പറ്റുന്നെന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് അത്രയും പ്രശ്നമാണ്. നീ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ആ വ്യക്തി സമ്മതിക്കുകയാണ് നിങ്ങളെടുക്കുക കേട്ടോ.
അത്രയും പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അത്രയും അട്രാക്റ്റ് തോന്നുകയാണ്. നിങ്ങൾ ഉറക്കമില്ലായ്മയെല്ലാം നിങ്ങൾ കഴിഞ്ഞ അതേ സ്റ്റേജിലൂടെ ആ വ്യക്തി കടന്നു പോവുകയാണ്. ഈശ്വരൻ യൂണിവേഴ്സ് കൂട്ടിച്ചേർത്തതാണ് നമ്മളാ. അപ്പം നമുക്കിനി നിങ്ങളുടെ എനർജി ഇല്ലാണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഫോട്ടോ കിട്ടിയിരിക്കുന്നത് എംബറാണ്, എൻ്റെ എംബറസാണ്. എൻ്റെ എല്ലാവിധ എൻ്റെ സക്സസിൻ്റെ ഉറവിടം ആരാണ്? എൻ്റെ വ്യക്തിയാണ്. എൻ്റെ സന്തോഷം എവിടെയാണ്? എൻ്റെ സ്ട്രെങ്ത് എവിടെയാണ്? എൻ്റെ അബണ്ടൻസ് എവിടെയാണ്? എല്ലാം എൻ്റെ അൺകണ്ടീഷണലി ലവ് എവിടെയാണ്? എല്ലാം എവിടെയാണ്? ഈ എംബറസിലാണ്. ആ വ്യക്തിക്കൊരു അഹങ്കാരമൊക്കെ തോന്നാണ് എൻ്റെ എംബറസിനാണ്. എംബറസ് എന്തായാലും ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ റിജക്റ്റ് ചെയ്യില്ല എന്ന ഒരു ധൈര്യം ആ വ്യക്തിക്ക് ഉണ്ട്. റിജക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന ധൈര്യത്തിൽ ആ വ്യക്തി ഏജ് ഓഫ് കപ്പിൽ വരികയാണ്. ആ വ്യക്തിയുടെ അത്രയും സോഫ്റ്റായ ഹൃദയസ്പർശിയായ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തരാൻ വരുന്നതാണ് കേട്ടോ. പേജ് ഓഫ് കപ്പിൽ ഇതിൽ നിന്ന് ഓരോ കാർഡ് എടുക്കട്ടെ. സൺ കാർഡാണ്. സണ്ണാണ്, എൻ്റെ വെളിച്ചമാണ്, എൻ്റെ എല്ലാവിധ സക്സസ്സും, എൻ്റെ ഐശ്വര്യം, എൻ്റെ സമാധാനം, എൻ്റെ എല്ലാം എനിക്ക് യൂണിവേഴ്സ് തന്ന ഗിഫ്റ്റാണ്. എൻ്റെ ശ്വാസോച്ഛ്വാസമാണ്, എൻ്റെ എനർജിയാണ്, എൻ്റെ എല്ലാമാണ്. സൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഹെർമിറ്റിന് ക്യൂൺ ഓഫ് പെന്റിക്കൽ. ആ വ്യക്തി കണ്ടില്ലേ, നിങ്ങളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. ആ ഓർമ്മകളിൽ ഇങ്ങനെ എന്താ ആ വ്യക്തിയുടെ ആ ഇത് കണ്ടില്ലേ, ഓർമ്മയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. മടിയിൽ തന്നെ വെച്ചിട്ട് ആ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഫോർ വൺസ് നിങ്ങളും ഒത്തിട്ടുള്ള ആ ഒരു ലൈഫിനെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എന്തൊക്കെ നിങ്ങളിപ്പോൾ ഇനി വേണ്ട എന്ന് റിജക്റ്റ് ചെയ്തെങ്കിലും ആ വ്യക്തി നിങ്ങളെയും കൊണ്ടേ വരും എന്ന് തന്നെ കാണിക്കുന്നത് കേട്ടോ. എംബററാണ്, എംബററും എംബറസുമാണ്. അതാണ് ഇവിടെ ഉണ്ടല്ലേ. നിന്നോടുള്ള ഇഷ്ടം എനിക്ക് കൂടുന്നതല്ലാതെ ഒരു കാരണവശാലും കുറയുന്നില്ല. കുറക്കാൻ ശ്രമിച്ച് നോക്കി, വേണ്ട. അത് ഈ തേർഡ് പാർട്ടീൻ്റെ അത്രയും തേർഡ് പാർട്ടി എന്തൊരു മാന്ത്രിക വിദ്യയെല്ലാം കൊണ്ട് ഈ വ്യക്തിനെ അങ്ങനെ കളി കളിപ്പിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം എന്തുകൊണ്ടാണ് മറക്കാൻ കൂടി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എംബറർ ആൻഡ് എംബറസാണ്, രാജാവ് ആൻഡ് രാജ്ഞിയാണ്. നിങ്ങൾ കൂടിച്ചേരേണ്ടവരാണ്. നിങ്ങൾ ഇത് തന്നെയാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത കപ്പിൾസാണ് നിങ്ങൾക്ക് എപ്പോഴും തേർഡ് പാർട്ടി പറഞ്ഞു കൊടുത്തിട്ടോ തേർഡ് പാർട്ടി എന്ത് ചെയ്തിട്ടോ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കും തോറും എന്താവുന്നത്, തേർഡ് പാർട്ടി ഇവിടെ തേർഡ് പാർട്ടിയെ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക്കെല്ലാം ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ടുപോയതാണ് നിങ്ങളുടെ വ്യക്തിനെ. പക്ഷേ അവിടെ എവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കാരണം എന്താ? എംബറർ ആൻഡ് എംബറസ്, ലവേഴ്സ്. യൂണിവേഴ്സിൻ്റെ തന്നെ യൂണിവേഴ്സിന് നിങ്ങൾ അടിച്ച് പൊളിച്ച് ഈ 10 ഓഫ് കപ്പിൽ വന്ന് ജീവിക്കണം. അത് ആർക്ക് കാണണം? യൂണിവേഴ്സിന്. അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരില്ല, പക്ഷേ യൂണിവേഴ്സിന് അത് വേണം. നിങ്ങളിങ്ങനെ ജീവിക്കണം. മനസ്സിലായില്ലേ? അതാണ് എംബറർ ആൻഡ് എംബറസ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കേട്ടോ. ലവേഴ്സ്, എംബറർ ആൻഡ് എംബറസ് ആണ് നിങ്ങൾ. അത്ര പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ആ വ്യക്തി ഇപ്പം നിങ്ങളില്ലെങ്കിലും ആ വ്യക്തിയുടെ ഉറങ്ങുന്ന എല്ലാം തേർഡ് പാർട്ടി കാരണം ആ വ്യക്തിക്ക് രാത്രിയെല്ലാം എല്ലാം ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ആ വ്യക്തി ഹോൾഡ് ചെയ്തിട്ട് അതാ ഒരു ഹേർട്ട് കണ്ടില്ലേ, ഹാർട്ടിൻ്റെ ചിഹ്നം. ഇത് നിങ്ങളാണ്, ഈ വെച്ചിരിക്കുന്നത് നിങ്ങളെയാണ്. എല്ലാം വിട്ട് ഞാൻ ആരുമായിട്ട് ഒന്നും ഒരു കണക്ഷനും ഇല്ല എന്നെല്ലാം തേർഡ് പാർട്ടിയോട് പറയും. പക്ഷേ ആ വ്യക്തി ഹോൾഡ് ചെയ്ത് നിങ്ങളെ കൂടെ ഉണ്ട്. കണ്ടില്ലേ, ഈ ഹേർട്ടിൻ്റെ ചിഹ്നം കണ്ടില്ലേ, അത് നിങ്ങളാണ്. ഹോൾഡ് ചെയ്തിട്ടാണ് ആ വ്യക്തി ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എന്നും നിങ്ങളെ കൂടെ ഉണ്ട്. വിട്ടുപോയപ്പോൾ ഉണ്ട്, എപ്പോഴും അതില്ല. അതൊക്കെ ഇങ്ങനെ വളർന്നേ, ആ സ്നേഹം വളരുകയല്ലാണ്ട് താഴോട്ടില്ല. അതാണ് ഒരിക്കലും അത് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുകയുള്ളൂ എന്നാണ് കാണിക്കുന്നത് കേട്ടോ.
അപ്പം ആ വ്യക്തി ഒരു സ്ഥിരതയോടുകൂടിയുള്ള ഒരു ബോണ്ടിങ് നിങ്ങളുമായിട്ട് എടുക്കാം. ഇനി ഒരു പ്രശ്നവും വരാൻ പാടില്ല. തേർഡ് പാർട്ടി എല്ലാം എന്തെന്നെല്ലാം ആയാലും നിങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് അതിശക്തമായിട്ട് കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഹൈ പ്രീഷ്യസ്, നിങ്ങൾക്ക് തന്നെ രണ്ടുപേർക്കും അറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വിട്ടു മാറിയിട്ട് രണ്ടുപേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം എന്ത് ആ വ്യക്തി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ വ്യക്തി എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നോട് ഇഷ്ടം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ വിട്ടുപോയാലും രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ സംസാരിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സംസാരിക്കാനോ ഫോൺ ചെയ്യാനോ ഒന്നും സാഹചര്യം ഉണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ മനസ്സുകൾ തമ്മിൽ സംസാരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഹൈ പ്രീഷ്യസിൽ. അപ്പം ഒരു യെസ് നോക്കട്ടെ. ഒരു യെസ് നടക്കുമോ നടക്കില്ലേ, പോകണ്ടയോ, ഒരു വ്യക്തിയെ കാണണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ യെസ് ഓർ നോ എടുക്കുന്നത് കേട്ടോ. യെസ് ആണ് കേട്ടോ, യെസ് ആണ് വന്നിരിക്കുന്നത്. യെസ് വൺസ് ആണ്. നിങ്ങൾ വിചാരിച്ച കാര്യം സഡൻ നടക്കും എന്നാണ് വന്നിട്ടുള്ളത്. നമുക്കിന്ന് ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ് നോക്കിയാലോ. ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ്? ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ്? ഇന്ന് ശിവപാർവതി, സൺഡേ ആണ്, മഹാദേവൻ്റെ ഡേ ആണ്. അപ്പം ശിവപാർവതിമാരെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശിവപാർവതിമാരെ പോലെ തന്നെയാണ് നിങ്ങളുടെ ബോണ്ടിങ്ങും എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇത്രയും ഡീപ്പ് ബോണ്ടിങ്ങാണ്. എംപറർ ആൻഡ് എംപറസ്, ലവേഴ്സ്. ഏത് തേർഡ് പാർട്ടിക്കും ഫോർ പാർട്ടിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മഹാദേവനും ശ്രീ പാർവതി മാതാവും പറയുന്നത് കേട്ടോ. നിങ്ങൾ 10 ഓഫ് കപ്പിൽ യൂണിവേഴ്സിലുള്ള എല്ലാം അനുഭവിച്ച് ജീവിക്കുന്നത് മഹാദേവനും ദേവിമാതാവിനും കാണണം. ഇവിടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കിയാലോ. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? വി വിൽ ബി ടുഗദർ അഗെയിൻ. നമ്മൾ വീണ്ടും ഒരുമിച്ചായിരിക്കും. കറക്റ്റാണ് അല്ലേ? നമ്മൾ വീണ്ടും ഒരുമിച്ചായിരിക്കും. ഐ വാണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിത്തൗട്ട് മീ. ഞാനില്ലാതെ നീ ഹാപ്പിയാണോ? അതെനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാനില്ലാതെ നീ എങ്ങനെ ഹാപ്പി ആവുന്നു? പറ്റില്ല. അതാണ് പറയുന്നത് കേട്ടോ. അത് സഹിക്കാനേ പറ്റില്ല. ഐ നോ ദാറ്റ് ഐ ക്രോസ്ഡ് ദി ലൈൻ വിത്ത് യു. ഞാനും നീയുമായുള്ള ബന്ധം അതിരു കടന്നു പോയി എന്നാണ് പറയുന്നത്. ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്. വാക്കുകൾ തിരിച്ചെടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെയോ വാക്കുകളെല്ലാം തേർഡ് പാർട്ടി കാരണം പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളാ ഭയങ്കര ഹാർട്ട് ബ്രേക്കിൽ ആക്കിയിട്ട് പോയ വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. യു കം ക്ലോസർ ദാൻ എനിവൺ. മറ്റാരേക്കാളും നീ എന്നോട് കൂടുതൽ അടുത്തു. യു ആർ എവരിതിങ് ടു മീ. നീ എനിക്കെല്ലാമാണ്. ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. കാര്യങ്ങൾ മാറി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തേർഡ് പാർട്ടീൻ്റെ കൺട്രോളും എല്ലാം മാറി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് മൈ ഫാൾട്ട് ബട്ട് ഐ ബ്ലാംഡ് യു. ഇതെൻ്റെ തെറ്റായിരുന്നു, പക്ഷേ ഞാൻ നിന്നെയാണ് കുറ്റപ്പെടുത്തിയത്. അങ്ങനത്തെ പണിയെല്ലാം ആ വ്യക്തി ചെയ്തിട്ടുണ്ട്. ഐ ഫീൽ യു ലിവിങ് മീ ബിഹൈൻഡ്. നീ എന്നെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഭയങ്കര പവറായിട്ട് നടക്കല്ലേ, അതുകൊണ്ട് തന്നെ വിട്ടുപോകുമോ എന്നുള്ള പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഞാൻ ചെയ്തത് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഐ വാണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. എനിക്ക് നീ ഫ്രണ്ട് മാത്രമല്ല, അതൊക്കെ മുകളിലാണ്. ക്ലോസ് എടുക്കുക. സെയിൽസ്മാൻ,
മൺഡേ, ലവ് മാരേജ്, അനിഴം ആർ, ക്രിക്കറ്റ് ലവർ, നഴ്സ്, പൂയം മാർച്ച്, ഉത്രട്ടാതി ട്വിൻ ഫ്ലൈം, ഫുട്ബോൾ, പെറ്റ് ലവ്, ഹെയർ സ്റ്റൈൽ, വിശാഖം കെ, ചെന്നൈ, ടെമ്പിൾ, പാലക്കാട് എച്ച്, ദുബായ്, ബ്രൗൺ ഹെയർ, മകം സെപ്റ്റംബർ 555, ഈ ആഗസ്റ്റ് അശ്വതി, ക്രിക്കറ്റ്, പൂരം ഒക്ടോബർ, ഓവർ കെയറിംഗ്, പൊളിറ്റീഷ്യൻ, വൈറ്റ് ഷർട്ട്, എ കാസർഗോഡ്, ബ്ലാക്ക് കളർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. താങ്ക് യു.